സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ സെക്കൻഡ് സെഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അതിനകത്ത് നമ്മൾ മൈക്രോസ്പോറോജെനസിസ് ആണ് പഠിക്കുന്നത് കേട്ടോ. ആന്തർ ഡെവലപ്പ് ചെയ്യുന്തോറും ആന്തറിന്റെ സെന്റർ ഭാഗത്തിരിക്കുന്ന സ്പോറോജീനസ് ടിഷ്യൂ അതിൽ ഓരോ സെല്ലും മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യും. അതിൽ മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടാവുകയും ചെയ്യും. അതിന്റെ പ്ലോയിഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈക്രോസ്പോർ ടെട്രാഡിന്റെ നമുക്കറിയാലോ, ആൻജിയോസ്പേം എന്ന് പറയുന്നത് എന്താണ്? സ്പോറോഫൈറ്റ് ആണ്. അത് ഡിപ്ലോയിഡ് പ്ലാൻ ബോഡിയാണ്. അപ്പൊ അതിന്റെ അകത്തുള്ള സാധാരണ ഒരു സെല്ല്, അത് ആന്തറിന്റെ ഉള്ളിലായിക്കോട്ടെ അല്ലെങ്കിൽ ആ പ്ലാന്റിന്റെ സ്റ്റെമ്മിലോ റൂട്ടിലോ എവിടെ ആയിക്കോട്ടെ, സാധാരണ സെല്ല് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് സെല്ലായിരിക്കും. ആ ഡിപ്ലോയിഡ് സെല്ലിന് മിയോട്ടിക് ഡിവിഷൻ നടന്ന ഏത് പ്ലോയിഡി ആയിരിക്കും ഉണ്ടാവുക? ഓരോ സെല്ലും ഹാപ്ലോയിഡ് ആയിരിക്കും അല്ലെ. അപ്പൊ മൈക്രോസ്പോർ ടെട്രാഡ്, മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് മൈക്രോസ്പോർ മദർ സെല്ല് മൈക്രോസ്പോർ ടെട്രാഡ് ആയിട്ട് മാറുന്നത് ഓരോന്നും ഹാപ്ലോയിഡ് ആയിരിക്കും. മൈക്രോസ്പോറോജെനസിസ്. ആസ് ദ ആന്തർ ഡെവലപ്പ്, ദ സെൽസ് ഓഫ് ദ സ്പോറോജീനസ് tissue undergo meiotic divisions to form the microspore tetrads. What would be the ploidy of the cells of the tetrad? It will be haploid, right? സ്പോറോജീനസ് ടിഷ്യൂവിലെ ഓരോ സെല്ലും മൈക്രോസ്പോർ ടെട്രാഡ് ആയിട്ട് മാറാൻ കേപ്പബിലിറ്റി ഉള്ളതാണ്. സ്പോറോജീനസ് ടിഷ്യൂവിലെ ഓരോ സെല്ലും എന്താണ്? മൈക്രോസ്പോർ മദർ സെല്ലാണ് അല്ലെ. ആ മൈക്രോസ്പോർ മദർ സെല്ല് ഓരോന്നും മൈക്രോസ്പോർ ടെട്രാഡ് ആയിട്ട് മാറാൻ കേപ്പബിലിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പൊട്ടൻഷ്യാലിറ്റി ഉള്ള അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ ആയിട്ട് മാറാൻ, മൈക്രോസ്പോർ എന്തായിട്ട് മാറും? വീണ്ടും പോളൻ ഗ്രെയിൻ ആയിട്ട് മാറും അല്ലെ. അപ്പൊ ആ പോളൻ ഗ്രെയിൻ ആയിട്ട് മാറാൻ പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഈ സെൽസിന് നമ്മൾ മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെൽ എന്നാണ് പറയുന്നത്. അതായത് പോളൻ ഗ്രെയിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള മദർ സെൽ അതേതാണ്? ആ സ്പോറോജീനസ് ടിഷ്യൂവിലെ ഓരോ സെല്ലുമാണ് കേട്ടോ. സ്പോറോജീനസ് ടിഷ്യൂവിലെ ഓരോ സെല്ലും മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യും. അത് മൈക്രോസ്പോർ ടെട്രാഡ് ആയിട്ട് മാറുകയും ഈ ഓരോ മൈക്രോസ്പോറും ഡെവലപ്പ് ചെയ്ത് പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുകയും ചെയ്യുന്നത് കൊണ്ട് ആ സ്പോറോജീനസ് ടിഷ്യൂവിലെ ഓരോ മിയോട്ടിക് ഡിവിഷൻ നടക്കുന്ന സെല്ലിനെ നമുക്ക് മൈക്രോസ്പോർ മദർ സെൽ എന്നും പറയാം, അല്ലെങ്കിൽ പോളൻ മദർ സെൽ എന്നും പറയാം. ഓക്കെ, ഇനി മൈക്രോസ്പോർസ് പോളൻ മദർ സെല്ലിൽ നിന്ന് മിയോട്ടിക് ഡിവിഷൻ വഴി ഉണ്ടാകുന്നതിന് നമ്മൾ മൈക്രോസ്പോറോജെനസിസ് എന്നാണ് പറയുന്നത്. നോക്കിക്കേ, സ്പോറോജീനസ് ടിഷ്യൂവിലിരിക്കുന്ന ഓരോ സെല്ലും ഒരു മൈക്രോസ്പോർ മദർ സെല്ല്. ഈ മൈക്രോസ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ദാറ്റ് വിൽ ബിക്കം ആ സ്പോർ സെൽസ്. അത് 4 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറയുന്നത്. ഈ ഓരോ മൈക്രോസ്പോർ സെല്ലും ഇതിനകത്ത് ഓരോന്നിനെ നമ്മൾ മൈക്രോസ്പോർ എന്നാ പറയാം. ഈ മൈക്രോസ്പോർ ഓരോന്നും എങ്ങനെയായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും അല്ലെ. സോ ഹിയർ മൈക്രോസ്പോർസ് ആസ് ദേ ആർ ഫോംഡ് ആൻഡ് അറേഞ്ച്ഡ് ഇൻ എ ക്ലസ്റ്റർ ഓഫ് 4 സെൽസ്. ഇത് 4 സെല്ലിന്റെ ഒരു ക്ലസ്റ്റർ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിനെയാണ് നമ്മൾ മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറയുന്നത്. ഇനി ഈ ആന്തർ മെച്ചുറായി ഡീഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈക്രോസ്പോർ എല്ലാം ഡിസോസിയേറ്റ് ചെയ്യും. അത് ഡിസോസിയേറ്റ് ചെയ്ത് പോളൻ ഗ്രെയിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അതായത് ആന്തർ കുറച്ച് മെച്ചുറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്രോസ്പോർ 4 ഉള്ളത് 4 മൈക്രോസ്പോർ സെപ്പറേറ്റ് മൈക്രോസ്പോർ ആയിട്ട് മാറും. ഈ 4 മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജ് നമ്മൾ ഈ സെഷനിൽ തന്നെയാണ് പഠിക്കുന്നത്. ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലും തൗസൻഡ്സ് ഓഫ് മൈക്രോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓരോ മൈക്രോസ്പോറും എന്തായിട്ട് മാറും? പോളൻ ഗ്രെയിൻ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ആ മൈക്രോസ്പോർ എത്ര എണ്ണം ഉണ്ടോ അതേപോലെ തൗസൻഡ്സ് ഓഫ് പോളൻ ഗ്രെയിൻസും ഫോം ചെയ്യുന്നത് നമുക്ക് കാണാം. ആ പോളൻ ഗ്രെയിൻസ് എല്ലാം മെച്ചുറായി ലൈൻ ഓഫ് ഡെഹിസൻസ് വഴി, ഇതാണ് അതിന്റെ ലൈൻ ഓഫ് ഡെഹിസൻസ് എന്ന് പറയുന്നത്. ഈ ലൈൻ ഓഫ് ഡെഹിസൻസ് വഴി പൊട്ടി ഇത് പുറത്തു പോകും. കണ്ടത് അവിടെ ഒരു ലൈൻ ഓഫ് ഡെഹിസൻസ് ഉണ്ട്. ഇതുവഴി പൊട്ടി ഈ പോളൻ ഗ്രെയിൻസ് എല്ലാം പുറത്തു പോകും കേട്ടോ. നമുക്ക് അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. As each cell of the sporogenous tissue is capable of giving rise to a microspore tetrad, each one is a potential pollen or microspore mother cell, that is pollen mother cell. The process of formation of microspores from a pollen mother cell through meiosis is called as microsporogenesis. അതായത് ഒരു മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് മൈക്രോസ്പോർ മിയോട്ടിക് ഡിവിഷൻ വഴി ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. മൈക്രോസ്പോർസ് as they are formed are arranged in a cluster of 4 cells that is called as microspore tetrad. See, this is microspore tetrad. As the anther mature and dehydrate, the microspores dissociate from each other. Anther mature ആയി അതിനകത്ത് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ ഈ ഓരോ മൈക്രോസ്പോറും സെപ്പറേറ്റ് ആയിട്ട് മാറും. And we can see the each other and develop into a pollen grain. അത് pollen grain ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. Inside each microsporangium several thousands of microspore or pollen grains are formed. ഓരോ
മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ തൗസൻഡ്സ് ഓഫ് മൈക്രോസ്പോർസ് ഫോം ചെയ്യും. ആ ഓരോ മൈക്രോസ്പോറും പോളൻ ഗ്രെയിൻ ആയിട്ട് ഫോം ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ലൈൻ ഓഫ് ഡെഹിസൻസ് വഴി ആൻഡ് ദാറ്റ് ആർ റിലീസ്ഡ് വിത്ത് ദ ഡെഹിസൻസ് ഓഫ് ആന്തർ. ഓക്കെ, ആന്തർ ഡെഹിസൻസ് നടക്കുമ്പോൾ അത് അവിടുന്ന് റിലീസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇത് കണ്ടോ, ഇത് ഓരോന്നും എന്താണ്, മൈക്രോസ്പോർ മദർ സെല്ലാണ്. ഇതിന്റെ ഈ ഭാഗത്തിരിക്കുന്ന എല്ലാം മൈക്രോസ്പോർ മദർ സെല്ലാണ്. ഈ മൈക്രോസ്പോർ മദർ സെല്ലെല്ലാം മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് മൈക്രോസ്പോർ ടെട്രാഡ് ആയിട്ട് മാറും. ഈ മൈക്രോസ്പോർ ടെട്രാഡ് ഇതൊരു മൈക്രോസ്പോർ ആണ് കേട്ടോ. മൈക്രോസ്പോർ മദർ സെല്ലാണ് കേട്ടോ. ഈ മൈക്രോസ്പോർ മദർ സെല്ല്, ഇത് മൈക്രോസ്പോർ മദർ സെല്ല്, ഇത് മൈക്രോസ്പോർ മദർ സെല്ല്, ഇതെല്ലാം മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 4 മൈക്രോസ്പോർ ടെട്രാഡ് ആയിട്ട് മാറും. ആന്തർ ഉണങ്ങി അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഓരോ മൈക്രോസ്പോറും സെപ്പറേറ്റ് ആവും. ഇനി ഈ ഓരോ മൈക്രോസ്പോറും ആണ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, പോളൻ ഗ്രെയിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇനി പോളൻ ഗ്രെയിൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, മെയിൽ ഗാമീറ്റോഫൈറ്റിനെയാണ് പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് അല്ലേ. മെയിൽ ഗാമീറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഇനി പോളൻ ഗ്രെയിൻ നമുക്ക് കാണാൻ കഴിയുന്നതല്ലേ? യെസ്, ഓഫ് കോഴ്സ് നമുക്ക് കാണാൻ കഴിയും. ഈ ഹൈബിസ്കസിന്റെ ഒക്കെ ഓപ്പൺഡ് ആന്തർ, അതായത് കുറച്ച് മെച്ചുവർ ആയിട്ടുള്ള ആന്തറിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലവറിലാണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു യെല്ലോയിഷ് പൗഡറി പോളൻ ഗ്രെയിൻ നമ്മുടെ തൊട്ട് നോക്കിയാൽ നമ്മുടെ ഫിംഗറിലൊക്കെ പറ്റിപ്പിടിക്കുന്ന കാണാം അല്ലെ. ഈ പോളൻ ഗ്രെയിനെ നമ്മൾ ഒരു ഡ്രോപ്പ് വാട്ടറിൽ സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമ്മളൊരു ഗ്ലാസ് സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. അതായത് you will really be amazed at the variety of architecture, size, shape, colors, designs seen on the pollen grain from different species. പല സ്പീഷീസ് എന്നുള്ള പോളൻ ഗ്രെയിന് പലതരത്തിലുള്ള സൈസും പലതരത്തിലുള്ള ഷേപ്പും പലതരത്തിലുള്ള കളേഴ്സും ഡിസൈൻസും ഒക്കെ കാണാൻ കഴിയും. കണ്ടോ, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പല സ്പീഷീസിലുള്ള പോളൻ ഗ്രെയിൻസിനെ ഒബ്സർവ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. കണ്ടോ, ഇതൊരു തരത്തിലുള്ളത്, ഇത് വേറൊരു തരത്തിലുള്ള, ഇത് വേറൊരു തരത്തിലുള്ള, അങ്ങനെ പല തരത്തിലുള്ള പല ഡിസൈൻസ് നമുക്ക് കാണാൻ പറ്റും ഈ പറയുന്ന പോളൻ ഗ്രെയിൻ്റെ കേട്ടോ. അപ്പോൾ അത്രയൊന്നും നമുക്ക് വായിച്ചു നോക്കാം. Pollen grain. The pollen grains represent the male gametophyte. If you മെയിൽ ഗാമീറ്റോഫൈറ്റ് എന്ന് പറയുന്ന മെയിൽ ഗാമീറ്റ് ക്യാരി ചെയ്യുന്ന സ്ട്രക്ചറിനെ മെയിൽ ഗാമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഇഫ് യു ടച്ച് ദ ഓപ്പൺ ആന്തർ ഓഫ് ഹൈബിസ്കസ് ഓർ എനി അതർ ഫ്ലവർ യു വുഡ് ഫൈൻഡ് ഡെപ്പോസിഷൻ ഓഫ് യെല്ലോയിഷ് പൗഡറി pollen grain on your fingers. Sprinkle these grains on a drop of water taken on a glass slide and observe under the microscope. You will really be amazed at the variety of architecture, size, shape, colors, design seen on the pollen grain from different species. ഓക്കെ, ഇനി പോളൻ ഗ്രെയിൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ സൈസ് എന്നൊക്കെ നമുക്ക് നോക്കാം. പോളൻ ഗ്രെയിൻസ് ജനറലി സ്പെറിക്കൽ ഷേപ്പിലുള്ളതാണ്. അത് ഏകദേശം 25 to 50 മൈക്രോമീറ്റർ ഡയമീറ്റർ ഉള്ളതാണ് കേട്ടോ. അത് ഒരു 2 ലെയേർഡ് വാൾസ് ഉണ്ട് ഈ പറയുന്ന പോളൻ ഗ്രെയിന്. അതിന്റെ ഏറ്റവും പുറത്തെ ലെയർ ഈ കാണുന്ന ലെയർ, ഇത് മൈക്രോസ്പോർ ടെട്രാഡ്. അതുകൊണ്ട് മൈക്രോസ്പോർ ടെട്രാഡ് ഡിസോസിയേറ്റ് ചെയ്ത് ഒരു മൈക്രോസ്പോറിന്റെ ഡെവലപ്മെന്റ് അത് ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഒരു മൈക്രോസ്പോർ, ഈ മൈക്രോസ്പോറിന് ഔട്ടർ ഒരു വോൾ ഉണ്ടാവും. അത് വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു ഔട്ടർ ലെയർ ആണ്. അതിന് എക്സൈൻ എന്നാണ് പറയുന്നത്. ഈ എക്സൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് സ്പോറോപൊള്ളനിൻ എന്ന ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഹൈ ടെമ്പറേച്ചറിലും സ്ട്രോങ് ആസിഡിലും ആൽക്കലിയിലും ഒക്കെ സർവൈവ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഒരു എൻസൈമിനും ഈ സ്പോറോപൊള്ളനിനെ ഡീഗ്രേഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പോളൻ ഗ്രെയിനിൽ ഇത് പോളൻ ഗ്രെയിൻ ഫോസിലൊക്കെ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ കാരണമാവും അപ്പോൾ സ്പോറോപൊള്ളനിനുള്ളതുണ്ട് കേട്ടോ. അതേപോലെ ഈ പോളൻ ഗ്രെയിൻ എക്സൈൻ വോള് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ എക്സൈൻ വോള് കണ്ടിന്യൂസ് ആയിട്ടല്ല സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, പോളൻ ഇതൊരു മൈക്രോസ്പോറാണ്. ഈ മൈക്രോസ്പോറിന്റെ ചുറ്റും ഒരു എക്സൈൻ വോള് സിന്തസൈസ് ചെയ്യാണ്. എക്സൈൻ വോള് സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് ഈ എക്സൈൻ വോള് സിന്തസൈസ് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ടല്ല, അതിൻ്റെ ഇടയിൽ പോഴ്സ് ഉണ്ടാവും. കണ്ടോ, അത് ഇങ്ങനെ ചെറിയ ഗ്യാപ്പുകളൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിന് നമ്മൾ എന്താ പറയാ അറിയോ, ജേം പോർ എന്നാണ് പറയാം. ഈ ഒരു ഗ്യാപ്പിന് നമ്മൾ ജേം പോർ എന്നാ പറയാം. അതേപോലെ തന്നെ ആ ഒരു ഗ്യാപ്പിൽ സ്പോറോപൊള്ളനിൻ ആബ്സെന്റ് ആയിരിക്കും കേട്ടോ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ജേം പോർ എന്ന് പറയാം. ഈ ഓരോ ഗ്യാപ്പിനെയും നമ്മൾ ജേം പോർ എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ വരച്ചു വെച്ചേക്കുന്ന ഇതിന് എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കിയേ, 3 ഗ്യാപ്പ് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഡിഫറെന്റ് സ്പീഷീസ്. ഓക്കെ,
പല സ്പീഷീസിലനുസരിച്ച് പല നമ്പർ ജേംപോർ ആയിരിക്കും ഒരു പൊളൻ ഗ്രെയിനകത്ത് ഉണ്ടാവുക. ഈ പൊളൻ ഗ്രെയിനിൽ അത് ഫോസിലായിട്ട് പ്രിസർവ് ചെയ്യും ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദി സ്പോറോപൊളനിൻ. അപ്പൊ സ്പോറോപൊളനിൻ എന്ന് പറയുന്നത് എക്സൈൻ വോളാണ്. ഈ എക്സൈൻ വോള് സിന്തസൈസ് ചെയ്യുന്ന ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ്. എക്സൈൻ വോള് സ്പോറോപൊളനിൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്പോറോപൊളനിൻ ഇൻഡിസ്ട്രക്റ്റീവ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ ആസിഡിനും ആൽക്കലിക്കും എൻസൈമിനും ഒന്നും ഡിസ്ട്രക്ട് ചെയ്ത് കളയാൻ കഴിയില്ല. അത് ഫോസിലായിട്ട് റിമെയിൻ ചെയ്യാൻ കഴിവുള്ളതാണ്. ഇത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഈ പറയുന്ന എക്സൈൻ വോൾ ഇല്ലാത്തിടം എന്താ നമ്മൾ പറയാ ജേംപോർ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ നമ്മൾ പറഞ്ഞു ഇത് ഫോസിലായിട്ട് പ്രിസർവ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ. അതേപോലെ ഈ എക്സൈൻ അതൊരു പല ഡിസൈൻസിലും പല പാറ്റേണിലും ഒക്കെ ആയിരിക്കും പല പോളൻ ഗ്രെയിനിലും കാണുക കേട്ടോ. അതാണ് എക്സൈൻ എക്സിബിറ്റ് എ ഫാസിനേറ്റിംഗ് അറേ ഓഫ് പാറ്റേൺ ആൻഡ് ഡിസൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എക്സൈൻ എന്തിനു വേണ്ടിയിട്ടാണ് ഹാർഡായിട്ടിരിക്കണം എന്ന് പറയുന്നത്? അത് എക്സൈൻ ഹാർഡായിട്ടിരിക്കണം എന്ന് പറയുന്നത് ഈ പോളൻ ഗ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പോളൻ ഗ്രെയിൻ മെയിൽ ഗാമീറ്റോഫൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ എന്താണ് ജേംപോറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ജേംപോർ വഴിയാണ് പോളൻ ട്യൂബ് എലോങ്ങേറ്റ് ചെയ്യുന്നത്. പോളൻ ട്യൂബിന്റെ എലോങ്ങേഷൻ നടക്കുന്ന ജേംപോർ വഴിയാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് ഇന്നർ വോളും കൂടി പഠിക്കാം കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഒരു വോളും കൂടെ ഡെവലപ്പ് ചെയ്യും. അതിന് നമ്മൾ ഇൻടൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാ ഇതിന്റെ ഉള്ളിൽ വേറൊരു വോളും കൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ഇൻടൈൻ വോൾ എന്ന് പറയും. ഈ ഇൻടൈൻ വോളാണ് പൊളൻ ജെർമിനേഷന് വേണ്ടിയിട്ട് എലോങ്ങേറ്റ് ചെയ്യുന്നത്. ഈ ഇൻടൈൻ വോളാണ് പൊളൻ ജെർമിനേഷന് വേണ്ടിയിട്ട് എലോങ്ങേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻടൈൻ വോൾ ഇതാ ഇങ്ങനെയായിരിക്കും. എവിടെയൊക്കെ ജേംപോർ ഉണ്ടോ ആ ഭാഗത്തൂടെയാണ് അതിന് എലോങ്ങേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഈ ഇൻടൈൻ വോൾ ഇതാ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നതാണ് പോളൻ ട്യൂബ് എന്ന് പറയുന്നത്. ഈ പോളൻ ട്യൂബ് വഴിയാണ് ജനറേറ്റീവ് സെല്ല് ഓവറി ഒവ്യൂളിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഫെർട്ടിലൈസേഷൻ പറയുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഇന്നർ വോൾ ഓഫ് പോളൻ ഗ്രെയിന് നമ്മൾ ഇൻടൈൻ എന്നാണ് പറയുക. ഈ ഇൻടൈൻ വോള് കണ്ടിന്യൂസ് ആണ്. അവിടെ എവിടെയും ബ്രേക്ക് ഒന്നുമില്ല. ജേംപോർ ഉള്ള പോലെ തന്നെ ഇതിന് ബ്രേക്ക് ഒന്നുമില്ല കേട്ടോ. അത് കണ്ടിന്യൂസ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അത് ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ്. അതേപോലെ തന്നെ പോളൻ ഗ്രെയിനിന്റെ സൈറ്റോപ്ലാസത്തിനെ സറൗണ്ട് ചെയ്തിട്ട് പ്ലാസ്മ മെംബ്രെയിനും കാണാം. അപ്പോൾ ഇത് ഇതിന്റെ ഇൻടൈൻ വോളും ഇത് ഇതിന്റെ പ്ലാസ്മ മെംബ്രെയിനും ആണ് കേട്ടോ. ഇനി ഈ പോളൻ ഗ്രെയിൻ മെച്ചൂർ ആവുന്ന സമയത്ത് അതിനകത്ത് രണ്ട് സെൽസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലുമാണ് ഉണ്ടാവുക. അതായത് ഇതാ ഇങ്ങനെ ഒരു മൈക്രോസ്പോർ എക്സൈൻ വോളും ഇൻടൈൻ വോളും സിന്തസൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സൈറ്റോപ്ലാസത്തിൽ ഒരു സിംഗിൾ ന്യൂക്ലിയസ് ആണ് ഇരിക്കുന്നത് അല്ലെ. ഈ സിംഗിൾ ന്യൂക്ലിയസ് ഡിവിഷൻ നടത്തി സെല്ല് ഒരു അൺഈക്വൽ ഡിവിഷൻ നടത്തും. ഈ സിംഗിൾ ന്യൂക്ലിയസ് രണ്ടായിട്ട് മാറും. സിംഗിൾ ന്യൂക്ലിയസ് രണ്ടായിട്ട് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് റിപ്ലിക്കേഷൻ നടന്നിട്ട് രണ്ട് ന്യൂക്ലിയസ് ഉണ്ടാക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് വാട്ട് വിൽ ഹാപ്പൻ ഇറ്റ് വിൽ അണ്ടർഗോ സൈറ്റോകൈനസിസ്. ഇത് സൈറ്റോകൈനസിസ് നടത്തും. സൈറ്റോകൈനസിസ് നടത്തുമ്പോൾ സെൽ ഡിവിഷൻ അൺഈക്വൽ ആയിട്ടാണ് നടത്തുക. ഒരു സെല്ല് വലുതും ഒരു സെല്ല് ചെറുതുമായിരിക്കും അത് ഫോം ചെയ്യുന്നത്. ഇതിനകത്ത് ഈ വലിയ സെല്ലിനെ വെജിറ്റേറ്റീവ് സെൽ എന്നാ പറയാം. വലിയ സെല്ലിനെ വെജിറ്റേറ്റീവ് സെൽ എന്നാ പറയാം. ഈ സെല്ലിനെ ജനറേറ്റീവ് സെൽ എന്നും പറയും. ഈ ഒരു ചെറിയ സെല്ലിനെ ജനറേറ്റീവ് സെൽ എന്നും പറയും. ഇനി വെജിറ്റേറ്റീവ് സെല്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജനറേറ്റീവ് സെല്ല് അതായത് ആക്ച്വൽ ഗ്യാമീറ്റ് മെയിൽ ഗ്യാമീറ്റിന് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് വെജിറ്റേറ്റീവ് സെല്ലിന്റെ ഫംഗ്ഷൻ കേട്ടോ. പോളൻ ഗ്രെയിൻ മെച്ചൂർ ആവുമ്പോൾ ഇതിനകത്ത് രണ്ട് സെൽസ് ഉണ്ടാവും. ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും. കണ്ടോ ഇവിടെ നോക്കിയേ, ഇതിനകത്ത് കുറെ വലിയ വാക്യൂൾസ് ഒക്കെ ഉണ്ട്. ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതിന് വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. എസിമെട്രിക് സ്പിൻഡിലാണ് ഫോം ചെയ്യുന്നത്. അതേപോലെ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന തരത്തിലല്ല സ്പിൻഡിൽ ഫോം ചെയ്യുന്നത്. എസിമെട്രിക് സ്പിൻഡിൽ ഫോം ചെയ്യും. എസിമെട്രിക് സ്പിൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു സെല്ല് വലുതും ഒരു സെല്ല് ചെറുതുമായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. കണ്ടോ ഇതൊരു ചെറിയ സെല്ലും ഇതൊരു വലിയ സെല്ലുമാണ്. അപ്പൊ അത് വലിയ സെല്ലിനെ നമ്മൾ വെജിറ്റേറ്റീവ് സെൽ എന്നാ പറയാ. ചെറിയ സെല്ലിനെ നമ്മൾ ജനറേറ്റീവ് സെൽ എന്നാ പറയാ. വെജിറ്റേറ്റീവ് സെല്ല് വലുതും അതുപോലെ തന്നെ ഫുഡ് റിസർവ് ഒരുപാട് ഉണ്ടാവും വെജിറ്റേറ്റീവ് സെല്ലിനകത്ത്. അതുപോലെ തന്നെ ലാർജ് ഇറഗുലർലി ഷേപ്ഡ് ന്യൂക്ലിയസ് ആയിരിക്കും വലിയ സെല്ലിനകത്ത് ഉണ്ടാവുക. പക്ഷെ ജനറേറ്റീവ് സെൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ സ്മോൾ ആയിരിക്കും. അതൊരു ഫ്ലോട്ടിംഗ് സ്റ്റേജിൽ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ കാണുന്ന ഒരു സെല്ലായിരിക്കും ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത്. ആ ജനറേറ്റീവ് സെല്ലിന് ഒരു സ്പിൻഡിൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. അതിന് ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ടാവും. ഒരു നല്ല ന്യൂക്ലിയസും കാണും കേട്ടോ. ഒരു നല്ല ന്യൂക്ലിയസും കാണും, ഡെൻസ് സൈറ്റോപ്ലാസം കാണും. ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫുഡ് റിസർവും ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ഇറഗുലർലി ഷേപ്ഡ് ന്യൂക്ലിയസും കാണും. വലിയ ന്യൂക്ലിയസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ഇതിനകത്ത് റെഗുലർ ഷേപ്പുള്ള നല്ലൊരു ന്യൂക്ലിയസും കാണും. അതേപോലെ തന്നെ കണ്ടൻസ് സൈറ്റോപ്ലാസവും കാണും. ഒരു എന്താ പറയുക സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എല്ലാ സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസും ഉള്ള ഒരു സൈറ്റോപ്ലാസവും കാണും ഈ പറയുന്ന ജനറേറ്റീവ് സെല്ലിൻ്റെ അകത്ത്. ഓക്കെ, ഇനി ഏകദേശം 60% പ്ലാന്റ്സിനകത്തും
60% ആൻജിയോസ്പേമിലും പോളൻ ഗ്രെയിൻ ഷെഡ് ചെയ്യുന്ന ഈ 2 സെൽ സ്റ്റേജിനകത്തായിരിക്കും, ഈ 2 സെൽഡ് സ്റ്റേജിനകത്തായിരിക്കും. പക്ഷെ റിമൈനിങ് 40% സ്പീഷീസിൽ ജനറേറ്റീവ് സെല്ല് ഒന്നും കൂടെ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. അതൊരു ഈക്വൽ ഡിവിഷനാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ആ ഈക്വൽ അത് സിമെട്രിക് സ്പിൻഡിലല്ല, സിമെട്രിക് സ്പിൻഡിൽ വഴിയാണ് അത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അത് 2 ഈക്വൽ സെൽസ് ആണ് ഉണ്ടാക്കുക. അന്നേരം 2 മെയിൽ ഗ്യാമീറ്റ് ഫോം ചെയ്യും. അതായത് ഇതിവിടെ ഒന്നും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്നും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ന്യൂക്ലിയസും ഇവിടെ ഒരു ന്യൂക്ലിയസും ആയിട്ട് 2 സെല്ല് ഫോം ചെയ്യുന്നതാണ്. അത് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ സി ഹിയർ ഇത് ഒരു സെല്ലായിട്ട് മാറും, ഇത് വേറെ സെല്ലായിട്ട് മാറും. അപ്പോൾ 2 ജനറേറ്റീവ് സെല്ലായി. എന്തിനു വേണ്ടിയിട്ട് ഈ 2 ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത്? നമുക്കറിയാം ആൻജിയോസ്പേമിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ 2 ജനറേറ്റീവ് സെല്ല് വേണം അല്ലേ. ഒന്ന് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും, ഒന്ന് പോളാർ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ട് ജനറേറ്റീവ് സെല്ല് ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ ആ 2 ജനറേറ്റീവ് സെല്ലും ഈ പറയുന്ന പോളൻ ഗ്രെയിനകത്ത് 40% പ്ലാന്റിലും പോളൻ ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവും. അത് 60% പ്ലാന്റിനകത്ത് അത് പോളൻ ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 2 സെല്ലേ ഉണ്ടാവുള്ളൂ. അത് പോളൻ ട്യൂബ് വഴി ഓവറിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ജനറേറ്റീവ് സെല്ല് ട്രാവൽ ചെയ്ത് അതായത് ഈ കൂടെ ഇറങ്ങി അത് ഓവറിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ജനറേറ്റീവ് സെല്ല് ഒന്നും കൂടെ ഡിവൈഡ് ചെയ്ത് 2 ജനറേറ്റീവ് സെല്ലായിട്ട് മാറുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 സെൽഡ് സ്റ്റേജ് ആയിട്ട് മാറും. അതിൻ്റെ പോളൻ ജെർമിനേഷൻ നടന്നതിന് ശേഷം അത് 3 സെൽഡ് സ്റ്റേജ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. പോളൻ ഗ്രെയിൻസ് ആർ ജനറലി സ്പെറിക്കൽ, മെഷറിംഗ് അബൌട്ട് 25 to 50 micrometer in diameter. It has a prominent 2-layered wall. The hard outer layer called the exine is made up of sporopollenin, which is one of the most resistant organic material known. It can withstand high temperature and strong acids and alkali. No enzyme that degrades sporopollenin is so far known. Pollen grain exine has prominent aperture called as germ pore, where sporopollenin is absent. Pollen grains are well preserved as fossil because of the presence of this sporopollenin. The exine exhibit a fascinating array of pattern and designs. Why do you think the exine should be hard? What is the function of the germ pore? The inner wall of the pollen grain is called as intine. It is a thin and continuous layer and made up of cellulose and pectin. Okay, ഇത് ഞാൻ പറയാൻ വിട്ടുപോയി തോന്നുന്നു. അതിൻ്റെ ഇൻടൈൻ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ്. അതൊരു കണ്ടിന്യൂസ് ലെയറാണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലെയറാണ് കേട്ടോ. സ്പോറോപൊളനിൻ പോലെ ഹാർഡായിട്ടുള്ള ഒരു ലെയർ അല്ല. സൈറ്റോപ്ലാസം ഓഫ് പോളൻ ഗ്രെയിൻ ഈസ് സറൗണ്ടഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ. വെൻ ദ പോളൻ ഗ്രെയിൻ ഈസ് മെച്യൂർ ഇറ്റ് കണ്ടെയ്ൻ 2 cells, the vegetative cell and a generative cell. The vegetative cell is bigger, has abundant food reserve and a large irregularly shaped nucleus. The generative cell is small and floats in the cytoplasm of the vegetative cell. It is spindle shaped with a dense cytoplasm and a nucleus. In over 60% of angiosperm, pollen grains are shed at this 2-celled stage. Pollen grains shed in the 2-celled stage. In the remaining species, the generative cell divides mitotically to give rise to the 2 male gametes before the pollen grain are shed. Okay, pollen grain shed ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് 3-celled സ്റ്റേജിലേക്ക് മാറും 40% പ്ലാന്റ്സിൽ. അപ്പോൾ ബാക്കി 60% പ്ലാന്റ്സിൽ പോളൻ ഗ്രെയിൻ 3-celled സ്റ്റേജ് ആയിട്ട് മാറുന്നില്ല. അതിന് പകരം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പോളൻ ജെർമിനേഷൻ നടക്കുന്ന സമയത്ത്, അതായത് പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ വന്നിരുന്ന് അത് പോളൻ ട്യൂബ് എലോങ്ങേറ്റ് ചെയ്ത് പോളൻ ട്യൂബ് വഴി ഈ പറയുന്ന ജനറേറ്റീവ് സെല്ല് പാസ് ചെയ്യുന്ന സമയത്ത് ആ ജനറേറ്റീവ് സെല്ല് ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യും, മൈറ്റോട്ടിക്കലി ഒന്നും കൂടെ ഡിവൈഡ് ചെയ്ത് 2 ജനറേറ്റീവ് സെല്ലാവും. ഇവിടെ 2 ജനറേറ്റീവ് സെല്ലിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ 2 മെയിൽ ഗ്യാമീറ്റ് വേണം അല്ലേ. നമ്മൾ ആ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിച്ചപ്പോൾ ഫ്ലവറിന്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഡബിൾ ഫെർട്ടിലൈസേഷനാണ് നടക്കുന്നത്. ഒരു മെയിൽ ഗ്യാമീറ്റ് ജനറേറ്റീവ് സെല്ലായിട്ട് ഫ്യൂസ് ചെയ്യും, ഒരു മെയിൽ ഗ്യാമീറ്റ് അതിന്റെ പോളാർ ന്യൂക്ലിയ, അതായത് സെൻട്രൽ സെല്ലിലിരിക്കുന്ന പോളാർ ന്യൂക്ലിയ ആയിട്ട് ആണ് ഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ജനറേറ്റീവ് സെല്ല് വേണം. അതുകൊണ്ടാണ് ആ 3-celled സ്റ്റേജ്, 2 ജനറേറ്റീവ് സെല്ലും ഒരു വെജിറ്റേറ്റീവ് സെല്ലും എന്ന് പറയുന്നതാണ് 3-celled സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈ പോളൻ ഗ്രെയിൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കൊണ്ട് പല പ്രോബ്ലംസും ഉണ്ട് കേട്ടോ. അതായത് സിവിയർ അലർജി ഉണ്ടാവും, അതുപോലെ തന്നെ ബ്രോങ്കിയൽ അഫ്ലിക്ഷൻസ് ഇൻ സം പീപ്പിൾ, ലൈക്ക് ബ്രോങ്കിയൽ റീജിയനിൽ ഇൻഫ്ലമേഷൻ, പതുക്കെ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാവും. അത് ക്രോണിക് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിനൊക്കെ കാരണമാവും, അതായത് ആസ്മ, ബ്രോങ്കൈറ്റിസ് ഇതിനൊക്കെ കാരണമാവും. എന്ന് പറഞ്ഞാൽ ഇതൊരു അലർജിക് ഏജന്റ് ആണ് ഈ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് പാർത്തേനിയൻ ഗ്രാസ് അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രാസിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് കാണാൻ കഴിയും. അത് ഒരു എന്താ പറയുക, ഒരു
കണ്ടാമിനന്റ് വീഡാണിത്. ഇമ്പോർട്ടഡ് വീറ്റ് വഴിയാണ് നമ്മുടെ നാട്ടിലേക്ക് അത് എത്തിയത്. അത് യുബിക്യൂറ്റസ് ഇൻ ഒക്കറൻസ് ആൻഡ് കോസ് പോളൻ അലർജി. എല്ലായിടത്തും യുബിക്യൂറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരക്കെ കാണുന്നതാണ് ഈ പ്ലാന്റ്. അത് പോളൻ അലർജി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പോളൻ ഗ്രെയിൻസ് ആണ് ഇതിന്റെ അകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ പോളൻ ഗ്രെയിൻസ് ഓഫ് മെനി സ്പീഷീസ് കോസ് സിവിയർ അലർജീസ് ആൻഡ് ബ്രോങ്കിയൽ അഫ്ലിക്ഷൻസ് ഇൻ സം പീപ്പിൾ, ഓഫൺ ലീഡിംഗ് ടു ക്രോണിക് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ആസ് asthma, bronchitis, etc. It may be mentioned that Parthenium or carrot grass that came into India as a contaminant with imported wheat has become ubiquitous in occurrence and cause pollen allergy. Okay. നമ്മൾ പറഞ്ഞു പോളൻ ഗ്രെയിൻസിൽ വെജിറ്റേറ്റീവ് സെല്ല് ഉണ്ടെന്ന് പറഞ്ഞു. ആ വെജിറ്റേറ്റീവ് സെല്ലിനകത്ത് നിറയെ ന്യൂട്രിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻസിനകത്ത് ഇഷ്ടംപോലെ ന്യൂട്രിയൻസ് ഉണ്ട് കേട്ടോ. അതായത് ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇതൊക്കെ പോളൻ ഗ്രെയിൻസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഇതൊരു ഫാഷനാണ് റീസെന്റ് ഇയേഴ്സിൽ പോളൻ ടാബ്ലറ്റ്സ് ഒരു ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ലാർജ് നമ്പർ ഓഫ് പോളൻ പ്രോഡക്റ്റ് ടാബ്ലറ്റ് ആയിട്ടും സിറപ്പായിട്ടും ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ പോളൻ കൺസെപ്ഷൻ ഇറ്റ് ഈസ് ക്ലെയിം ടു ഇൻക്രീസ് ദ പെർഫോമൻസ് ഓഫ് athletes and race horses. അതായത് ഇത്രയും ന്യൂട്രിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത്ലറ്റ്സിന്റെയും അതുപോലെ തന്നെ റേസ് ഹോഴ്സസിന്റെയും ഒക്കെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോളൻ ഗ്രെയിൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പോളൻ ഗ്രെയിൻസ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ഇറ്റ് ഹാസ് ബിക്കം എ ഫാഷൻ ഇൻ റീസെന്റ് ഇയേഴ്സ് ടു യൂസ് പോളൻ ടാബ്ലറ്റ്സ് ആസ് ഫുഡ് സപ്ലിമെന്റ്സ്. ഇൻ വെസ്റ്റേൺ കൺട്രീസ് എ ലാർജ് നമ്പർ ഓഫ് പോളൻ പ്രോഡക്റ്റ് ഇൻ ദ ഫോം ഓഫ് ടാബ്ലറ്റ് ആൻഡ് സിറപ്സ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. പോളൻ കൺസപ്ഷൻ ഹാസ് ബീൻ ക്ലെയിംഡ് ടു ഇൻക്രീസ് ദ പെർഫോമൻസ് ഓഫ് അത്ലറ്റ്സ് ആൻഡ് റേസ് ഹോഴ്സസ്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയാൽ നമ്മൾ ഈ പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് അത് സ്റ്റിഗ്മയിൽ വന്നിരിക്കണം, എന്തായിരിക്കും അതിന്റെ ലൈഫ് സ്പാൻ, അതാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, ഒരിക്കൽ പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റിഗ്മ അതിന്റെ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്യണം. ഓക്കെ, അത് അതിന്റെ വയബിലിറ്റി നശിക്കുന്നതിന് മുമ്പ് സ്റ്റിഗ്മയിൽ എത്തിയാൽ, അതിന്റെ ആ ജീവൻ പോകുന്നതിന് മുമ്പ് സ്റ്റിഗ്മയിൽ എത്തിയാൽ മാത്രമാണ് ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. ഓക്കെ, എത്ര നേരമായിരിക്കും ഈ പോളൻ ഗ്രെയിൻ വയബിലിറ്റി റീറ്റെയിൻ ചെയ്യുന്ന, അതായത് പോളൻ ഗ്രെയിനിന്റെ എത്ര നേരമായിരിക്കും അത് വയബിൾ ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പോളൻ ഗ്രെയിനും അത് അതിന്റെ വയബിലിറ്റി വേരി ചെയ്യും കേട്ടോ. ചിലത് അത് ഈ വയബിലിറ്റി അത് ഡിപ്പെൻഡ് ഓൺ സെവറൽ ഫാക്ടേഴ്സ് ഓൾസോ. ടെമ്പറേച്ചറിനെയും ഹ്യൂമിഡിറ്റിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ വയബിലിറ്റി ഡ്യൂറേഷനും പറയുന്നത്. പിന്നെ ഓരോ പ്ലാന്റിലും ഓരോ തരത്തിലായിരിക്കും വയബിലിറ്റി കാണിക്കുക. അതായത് റൈസിലും വീറ്റിലും ഒക്കെ പോളൻ ഗ്രെയിൻസ് 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ, അത് ഷെഡ് ചെയ്തതിന് 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ അതിന്റെ വയബിലിറ്റി ഫുള്ള് ലോസ് ആവും. ഓക്കെ, അത് റിലീസ് ചെയ്ത് 30 മിനിറ്റ്സിനുള്ളിൽ അതിന്റെ വയബിലിറ്റി ലോസ് ആവും. ഈ പറയുന്ന വീറ്റ്, റൈസ് അതിനകത്തൊക്കെ. അതേപോലെ തന്നെ റൊസേഷ്യ, ലെഗ്യുമിനേഷ്യ, സൊളാനേഷ്യ ഈ ഫാമിലിയിലുള്ള പ്ലാന്റ്സിലൊക്കെ പോളൻ ഗ്രെയിൻസ് മാസങ്ങളോളം നിലനിൽക്കും കേട്ടോ. അതേപോലെ സെമൻ അല്ലെങ്കിൽ സ്പേം ഒക്കെ സ്റ്റോർ ചെയ്യുന്ന പോലെ ഈ ഇത് പോളൻ ഗ്രെയിൻസും നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. സി ഹിയർ, യു മേ ഹാവ് ഹെർഡ് ഓഫ് സ്റ്റോറിംഗ് സെമൻ ഓർ സ്പേം ഓഫ് മെനി ആനിമൽസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ഫോർ artificial insemination. It is possible to store pollen grain of a large number of species for years. Liquid nitrogen -196 degrees Celsius cryo preservation method എന്നാണ് ഇതിന് പറയാ കേട്ടോ. ഈ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് ക്രയോ പ്രിസർവേഷൻ. ക്രയോ പ്രിസർവേഷൻ വഴി നമുക്ക് ഈ പറയുന്ന പോളൻ ഗ്രെയിനെ വർഷങ്ങളോളം സ്റ്റോർ ചെയ്യാന്നാണ് പറയുന്നത്. ഈ തരത്തിൽ സ്റ്റോർ ചെയ്തേക്കുന്ന പോളൻ ഗ്രെയിൻസ് പോളൻ ബാങ്കിലാണ്. പോളൻ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യുന്ന സാധാരണ പോളൻ ബാങ്കിലാണ്. ഓക്കെ, ലൈക്ക് സീഡ് ബാങ്ക് പോലെ പോളൻ ബാങ്കും ഉണ്ട് കേട്ടോ. അത് ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാംസിനൊക്കെ വേണ്ടിയിട്ട് ഈ പറയുന്ന പോളൻ ഗ്രെയിൻസിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. Once they are shed, pollen grains have to land on the stigma before they lose viability if they have to bring about fertilization. How long do you think the pollen grains retain viability? The period for which pollen grains remain viable is highly variable and to some extent depends on the prevailing temperature and humidity. In some cereals such as rice and wheat, pollen grains lose viability within 30 minutes of their release, and in some members of Rosaceae, Leguminaceae and Solanaceae, they maintain the viability for months. You may have heard of storing semen
semen or sperm of many animals, including human, for artificial insemination. It is possible to store pollen grains of a large number of species for years in liquid nitrogen by cryopreservation method at minus 196 degrees Celsius. Such stored pollen can be used as pollen bank, similar to seed bank. In crop breeding programs, it can be used. Okay. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ ഇത്രേ പഠിക്കുന്നുള്ളൂ. മൈക്രോസ്പോറോജെനസിസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും അതുപോലെ തന്നെ എംബ്രിയോ സാക്കിന്റെ ഫോർമേഷനുമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാനുള്ളത് കേട്ടോ.